അടുത്ത മാസത്തോടെ വിശദമായ റിപ്പോർട്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് സമർപ്പിക്കണം. അതിനു മുമ്പ് ചുരുങ്ങിയത് 108 പേരെയെങ്കിലും നിയമിക്കണം. അക്കാഡമിക് ബ്ലോക്കുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കണം. എന്നാൽ ഇപ്പോഴുള്ളത് 15 സ്ഥിരം ജീവനക്കാരും 19 കരാർ ജീവനക്കാരും. 4 മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ട് ഈ 4 മാസമായിട്ട് സാലറി എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ പ്രൊഫഷണലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അന്നലെ ഇവിടെ ഈ കോളേജിന് വർക്ക് ചെയ്യാൻ ആവശ്യം വരുന്ന 19 പോസ്റ്റ് ഞങ്ങൾ എസെൻഷ്യൽ ആയിട്ടുള്ള പോസ്റ്റിങ്ങിന് ആളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കും ശമ്പളം കൊടുക്കാൻ പറ്റിയില്ല, ഈ ഓതറൈസേഷൻ കിട്ടാത്തതുകൊണ്ട്. അതിപ്പോൾ ഒരു വലിയ വിഷമമായിട്ട് കാണുന്നത് അത് മാത്രമാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ 2ാം ഘട്ട പരിശോധന. അതിനു മുമ്പ് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 1 മഞ്ചേരി മെഡിക്കൽ കോളേജ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തത്. ഇതേ വേദിയിൽ വെച്ചാണ് 28 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അക്കാഡമിക് ബ്ലോക്കിന് ശിലാസ്ഥാപനം നടത്തിയത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഇനിയും തുടങ്ങിയിട്ടില്ല. അനുവദിച്ച ഫണ്ടുകൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയുണ്ടായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അവരുടെ സെക്കൻഡ് ഇൻസ്പെക്ഷൻ വളരെ ടൈറ്റും ആയിരിക്കും, സ്ട്രിക്റ്റും ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രശ്നമില്ല. കുട്ടികൾക്ക് അതിൻ്റെ അപ്രിഹെൻഷൻ്റെ ആവശ്യമില്ല. ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ നടപടികളുണ്ടായില്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകും. ക്യാമറ പേഴ്സൺ സിയ രജിത്തിനൊപ്പം ജലീൽ പടന്ന,